ഹലോ, നമസ്കാരം. KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അവിഹിത നവമിഥുനങ്ങള് രണ്ടാമത് എത്തിയിട്ടുണ്ട് വീഡിയോസ് ആയിട്ട്. ലൈവിലാണ്, ഫേസ്ബുക്ക് ലൈവിലാണ് കണ്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറെ കാരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോക്ക്, അതായത് ഈ ഒരു സെയിം സംഭവം തന്നെ ഇട്ട ഫസ്റ്റ് വീഡിയോക്ക് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 1K അടിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വീഡിയോ അല്ലേ? മൂന്നാമത്തെ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അതിന് 1K കിട്ടിയിട്ടുണ്ട്. അപ്പം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. പിന്നെ ചേച്ചിയോട് പറയാനുള്ള പോകുന്നുണ്ട്. ചേച്ചിക്ക് ഉപദേശമായിട്ട് വന്നേന്ന് തോന്നുന്നു കേട്ടോ. ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ രണ്ടാമത് പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ പറ്റില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ അടുത്തിരിക്കുന്ന അയാളാന്ന് തോന്നുന്നില്ലേ? ആ ആള് തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചിക്കും വിട്ട് തരാം, കാണാനായിട്ട് നിർത്തി തരാം. എനിക്ക് തോന്നുന്നു മറ്റുള്ള ചിന്ന വീട് സെറ്റപ്പ് പോലെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് തോന്നുന്നത് കേട്ടോ. മറ്റേ കോയമ്പത്തൂരില് ഞങ്ങള് കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോ അറിയാലോ, ഈ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉള്ള കണക്ക് ആള് ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളൊരു ട്രാക്കിലേക്കാണ് ആള് പോകുന്നത്. ചില യൂട്യൂബേഴ്സിന്റെ ഫോളോവർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതെ, എന്തായാലും അവര് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഓട്ടോയിൽ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പോകുന്നുണ്ട്. ചിലപ്പോ വീടൊന്നും ആയി കാണില്ല. അപ്പൊ ഓട്ടോയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും ഫുൾ ടൈം. അതെ, ഈ ഒരു കളി കളിക്കണം. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. പിന്നാലെ ആരും വരരുതെന്ന് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാൻ വന്നേ കേട്ടോ. കാരണം കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിപ്പെടും. എനിക്ക് തോന്നുന്നു കേസിന്ന് ഒഴിവാകാനുള്ള പരിപാടിയായിരിക്കും നോക്കുന്നത്. കാര്യം എന്തായാലും ഇത് കേസ് കൊടുത്താൽ തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും. എന്തായാലും ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അന്യത്തോടു കൂടെ ഒളിച്ചോടിയതല്ലേ. എന്തായാലും കേസ് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും ഈ റിപ്പീറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം അതായിരിക്കും. എല്ലാവരിലേക്കും ഞങ്ങളെ പതിയണം, ഞങ്ങൾ ആരും തേടരുത്. എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നു പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും അറിയും ഇത് സംഭവം. കേസ് കൊടുക്കാതിരിക്കാനുള്ള പരിപാടിയാണ്. അല്ല, ആദ്യത്തെ വീഡിയോ തന്നെ വൈറലായി ഇത്രയും സീനായെന്ന് അറിയാത്ത വിഡ്ഢികളൊന്നും അല്ല. അപ്പൊ ഇത് രണ്ടാമത്തേത് വേണോന്ന് വെച്ചാൽ ഇടുന്നതായിരിക്കാം. അതാ കേസാണ് പ്രശ്നം. കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് തന്നെ. അല്ല, ആരെങ്കിലും ഒക്കെ ചെന്ന് പറയണായിരിക്കും ഇനിയിപ്പോ ഞങ്ങൾ അവരെ തേടി പോകണ്ട, അവര് പോട്ടെ, അവരവരുടെ പാട്ടിന് പോട്ടെ, എന്തായാലും നാറിയില്ലേ, ഇനി അത് മതിയെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതിനായിരിക്കും ഒന്നും കൂടെ നിങ്ങളെ നാറ്റിക്കാം. അതെ, അതായത് എല്ലാവരിലും ഈ വീഡിയോ എത്തുമ്പോഴത്തേക്കും പിന്നെ അവര് കേസ് കൊടുക്കാനോ പൊതുവെ ഒരു ഇതുവരെയല്ല, ഇനി അവരെ അന്വേഷിക്കണ്ട, അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയൂല്ലോ. അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. മാക്സിമം നാണം കെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇനി മുതിരത്തില്ല എന്നൊരു അവർക്കെന്തായാലും ഇല്ല. അതുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. കൂടെ ഏട്ടനുണ്ട്. പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ. സാലറി കിട്ടിയില്ല. സാലറി കിട്ടിയിട്ട് ഓടാൻ നിൽക്കുവാണ്. ഓടി സാലറി കൊടുക്കാനേ കാണത്തുള്ളൂ. അല്ല, ഇനി ആ പയ്യന്റെ ഓട്ടം ആണോ എന്തോന്ന് അറിയത്തില്ല. തിങ്കളാഴ്ച പോവുകയും ചെയ്യും. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം. എനിക്ക് 22 വയസ്സ്. അവരെന്നെ പറയുന്നത് 19 വയസ്സിൽ തുടങ്ങിയ പ്രശ്നമെന്നാണോ പറഞ്ഞത്? പ്രണയമാണെന്ന്. അല്ല, പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥ ദിവ്യ പ്രണയം 19 വയസ്സിൽ തുടർന്നു, 3 വർഷം ഞാൻ കൊണ്ട് നടക്കുന്നു. അല്ല, അപ്പൊ വേറൊരു കാര്യം ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇതിനു മുന്നേ ഈ ഇവളുടെ ചേച്ചിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ആ ഒരു റിലേഷൻ അതിനു മുന്നേ കൊണ്ട് നടക്കുന്നുണ്ട് ആള്. അപ്പൊ അതിലും വലുതാണ് ഈ 3 വർഷമായിട്ട് പ്രേമിച്ചു കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ലോജിക്കാണ്. ഭാര്യയും കാട്ടിയും മക്കളെയും കാട്ടി വലുതാണ് ഈ പ്രണയം. അതെ, 3 വർഷമായിട്ടുള്ള പ്രണയം. 3 വർഷം. അത് എന്തോ ഇനി പറയുന്ന അത് അവിഹിത പ്രണയം. അല്ല, ഞാൻ ഏതോ ഒരു ബുക്കില് ഏതോ ഒരു പോസ്റ്റില് എപ്പോഴും ഒരിക്കൽ ഇങ്ങനെ വായിച്ചു പോയതാണ്. കാലം തെറ്റി വരുന്ന പെർഫെക്റ്റ് ജോഡികൾക്കിട്ടൊരു ഓമന പേരാണ് അവിഹിതം എന്ന് പറയുന്നത്. അത് എഴുതിയ വാക്ക് പറഞ്ഞ സൂപ്പറാ. അതിന് വരെ വർണ്ണനകളായി എന്നുള്ളതാണ് ഇപ്പോ. പറയണത് ആരും അന്വേഷിക്കാൻ വന്നാലും ശരി,
ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച. ഇതുവരെ പോയില്ല. എവിടാണോ എന്തോ ഇപ്പഴും അവിടെ കണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുക. പോയിട്ടില്ല. പിടിക്കത്തില്ലയോ അറിയില്ല എന്തോന്ന്. ഇവരെ കളഞ്ഞു വിട്ടാണോ? മുന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ റിയാക്ട് ചെയ്ത മുന്നത്തെ വീഡിയോ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇവര് പോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ജീവിച്ചോ. അത് മറ്റൊരു സ്വന്തം ചേച്ചിയുടെയും പിള്ളേരുടെയും ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഈ ഇഷ്ടത്തിന് അവരുടെ ഭർത്താവിനെ കൊണ്ട് ജീവിക്കണമെന്നുള്ള അതെന്തൊരു വല്ലാത്തൊരു ഇഷ്ടമായി പോയി. അല്ല ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ വന്നപ്പോഴത്തേക്ക് ആള് ഭയങ്കര ശോകമായിട്ട് അനക്കം പോലും ഇല്ല അവിടെ. ആദ്യത്തില് ഭയങ്കര അവന്റെ ഒരു ഉമ്മയും ബാപ്പയും ജഗപൊകാന്ന് പറഞ്ഞ നിന്ന ആളാ. ഇപ്പൊ വലിയ അനക്കമില്ല. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇനി എങ്ങനെ ആകുമെന്തോ എന്തോന്ന് അറിയത്തില്ല. ഇനി പിന്നെ സ്വന്തം ഭാര്യയും മക്കളെയും വേണ്ടെന്ന് വെച്ച് പെട്ടെന്ന് ഒരു പ്രണയം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ നാളെ ഇവളെ ഉപേക്ഷിക്കില്ലെന്ന് ആരും ഉണ്ട്. ഭാര്യയും വേണ്ട മക്കളെയും വേണ്ട മക്കളെയും വേണ്ടെന്നും വല്ലവരുടെയും കൂടെ അല്ല ഇറങ്ങിപ്പോയോ. നോട്ട് ദി പോയിന്റ്. പോയത് ആയിക്കോട്ടെ. ഇപ്പൊ നാളെ ഇവളെയും വേണ്ട വേറെ ഒരാളെ കാണുവാണെങ്കിൽ ഇവളൊരു കസിനെ കണ്ടെന്ന് വെച്ചോ ഇതേ ഒഴിവാക്കും. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ അങ്ങനെ വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം അത് പറയാനാണ് സംഭവം തന്നെ. കേസ് എടുത്തെടുത്ത് പറയുന്നതാ. കേസ് കൊടുത്താലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ളതാണ്. അല്ല ഇനിയിപ്പൊ കേസ് കൊടുത്താലും ഒന്നും കൂടി പറയുന്നുണ്ട്. ചേച്ചിക്ക് ഇടയ്ക്ക് കാണാൻ അനുവദിക്കാന്ന്. ആ വീഡിയോ മിസ്സായിപ്പോയി. അതാണ് വീഡിയോ കാണാൻ അനുവദിക്കാന്ന് പറഞ്ഞൊരു പറയുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പിടിച്ചു വെക്കത്തില്ല, ഏട്ടനെ ഞാൻ പിടിച്ചു വെക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേച്ചിക്ക് ചേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഭയങ്കര മനസ്സായി പോയി. ഇതാ ഞാൻ പറഞ്ഞത്. ആരുടെയൊക്കെയോ ഫോളോ ചെയ്ത് ഫോളോറായി തലക്ക് കയറി പിടിച്ചാന്ന് തോന്നുന്നു. ഈ ഒരു മെന്റാലിറ്റിയിലൊക്കെ വന്നത്. അല്ല ഇതൊക്കെയെന്ന് പറഞ്ഞ ഒരു 22 വയസ്സ് ഈ ഒരു ഇതിലൊക്കെ തോന്നുകയെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും മറ്റുള്ള ഫാന്റസി വേൾഡ് പോലുള്ള ഒരു സംഭവമാണ്. ജീവിതത്തിലേക്ക് വന്നിട്ട് ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് ഒരു താമസ സ്ഥലം വേണം, ഫുഡ് വേണം. നടക്കാൻ പോകുന്നത് എന്തോന്നറിയോ? ഇവര് ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. എന്നിനി മറ്റവരുമായിട്ട് ഒന്നിച്ചിട്ടാണെങ്കിൽ സൂപ്പർ. ആളുകൾക്ക് അത് മതി. അവിടെ എന്ത് നടക്കുന്നു എന്തൊക്കെ കിടക്കുന്നു കാണാൻ ആളുകൾക്ക് താല്പര്യം. അവരെ യൂട്യൂബിൽ ഈറ്റാവുകയും ഇവരെ വെച്ച് കാശുണ്ടാക്കുകയും ചെയ്യും. അത് നടക്കാൻ പോകുന്നത്. ആളുകളെ പൊട്ടന്മാരാക്കുക, എന്നിട്ട് അത് വെച്ച് കാശുണ്ടാക്കുക. കുറെ ടീമുകൾ യൂട്യൂബേഴ്സിന്റെ ഒക്കെ പരിപാടി അതാ. ഇതൊക്കെയാണ് കണ്ടന്റ് എന്നും പറഞ്ഞ അവരിയ്ക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇത് ഫേസ്ബുക്കിലുള്ള കളി കേട്ടോ. ഇത് ഇവര് യൂട്യൂബ് അങ്ങനൊന്നുമല്ല. ഇത് ഫേസ്ബുക്കിൽ എനിക്ക് യൂട്യൂബ് തുടങ്ങാലോ. യൂട്യൂബ് തുടങ്ങിയിട്ടാണെങ്കിലും സപ്പോർട്ടേഴ്സ് വരും. കുറച്ച് ഹേറ്റേഴ്സ് ആണെങ്കിലും കാണാൻ ആൾക്കാർ കാണും. കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ എന്തോ വ്യൂസ് ഉണ്ടെങ്കിൽ എന്തോ യൂട്യൂബ് ക്ലിക്ക് ആവും, കാശും കിട്ടും. എന്തോ ആയിക്കോട്ടെ. ആ വീഡിയോ ആയാലും കാശ് കിട്ടിയാൽ മതി. എന്തോ പണം നാണം കിട്ടും. പണം ഉണ്ടാക്കിയിടുവിൻ. നാണക്കേടാ പണം മാറ്റിടും. നാണക്കേടാ പണം മാറ്റിടും. അല്ല ഇപ്പോഴത്തെ കാലം അങ്ങനെ തന്നെയാണ് അല്ലേ. പണം എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഇപ്പം സ്നേഹബന്ധങ്ങളും കാര്യങ്ങളിലൊക്കെ കാലം മേലില് പണം ഉണ്ടെങ്കിലാണ് ഒരു ഇതുള്ളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് എല്ലാവർക്കും ഉള്ളത്. ഒരു 80% പണവും ഒരു 20% ആണ് ബാക്കി ഇമോഷൻസും കാര്യങ്ങളും വരുന്നത് എന്നുള്ള ഒരു ഫീൽഡിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇപ്പൊ എടുത്തു നോക്കി എല്ലാം അത് തന്നെയാണല്ലോ. ക്യാഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് പോകേണ്ട വിഷമങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ നരബലി തന്നെ എന്തിനാണ് കുറച്ചും കൂടെ ക്യാഷ് ഉണ്ടാക്കുക, ഇത് നല്ല രീതിയിലാവുക എന്നുള്ളത് സമാധാനത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആരും ഇത് ചെയ്യുന്നത്. അതാണ് ഒരു മെയിൻ ഒരു ഫാക്ട്. അല്ല ഇത് എത്രാമത്തെയാണ് നമ്മൾ ഒരു പോസിറ്റീവ് റീച്ചിനെ കാട്ടി ഒരു 10 ഇരട്ടിയാണ് നെഗറ്റീവ് റീച്ച് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ അതാണ് എയിം ചെയ്യുന്നത്. ഈ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു 2% അത് നെഗറ്റീവായിട്ട് പോയി പബ്ലിസിറ്റി വരുത്താനായിട്ട്. അതിപ്പം ഏതൊരു കാര്യം എടുത്തു നോക്കിയാൽ അങ്ങനെയല്ല. നമുക്കിപ്പോ ഒരു വീഡിയോ നമ്മളൊരു കണ്ടന്റ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആരും അറിയാവുന്നില്ല. ഇപ്പൊ ദേ കണ്ടില്ല, ഒറ്റ വീഡിയോ കൊണ്ടാണ് 2 പേര് ഫേമസ് ആയി. എവിടെ വെച്ച് കണ്ടാലും ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ അതെ
നമ്മള് 2-3 വീഡിയോ നോക്കി ചെയ്ത കണ്ടന്റ് ഒക്കെ പഠിച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷെ ഇവര് തന്നെ ഈ റോഡിലോട്ട് ഇറങ്ങിയേക്കേണ്ട എല്ലാവർക്കും മനസ്സിലാവും. അതാണ് അവസ്ഥ. അപ്പം എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ തുടർന്ന് സപ്പോർട്ട് അല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതേപോലുള്ള കണ്ടന്റുകൾ ഇനി എടുത്തോണ്ട് വരാതിരിക്കാൻ നോക്കാം എന്ന്. എല്ലാ കണ്ടന്റും ഞങ്ങൾ ചെയ്യും കേട്ടോ. സംസാരിക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. അതെ, പക്ഷെ ഇതേപോലുള്ള നാട്ടക്കേസുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മളല്ലാതെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ബുക്കിനെ പറ്റി. അപ്പൊ എല്ലാരും കർത്തച്ചെന്ന ഒരു റിവ്യൂ, എല്ലാരും അതും കൂടി കാണുക. വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊന്ന് കാണുക. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഈ സ്നേഹത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ ഒരു സംഭവത്തിനെ ഉദ്ദേശിച്ച് പണ്ടത്തെ കവികൾ ആരോ പറഞ്ഞു വെച്ചതാണ്. കണ്ണും മൂക്കൊന്നും പറയണ്ടോ, തലയില്ല, തലയ്ക്കകത്തൊന്നുമില്ല, തലയുമില്ല. തലയില്ല പിന്നെ ഇങ്ങനെ കാണുന്നത്. തലയില്ല, തലയുണ്ട്, കണ്ണും മൂക്കും തലച്ചോറും ഇല്ല എന്ന് വേണം പറയാൻ. ശരി, അപ്പം എല്ലാരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഒരു ഇത് റിയാക്ട് ചെയ്യണോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതും എഴുതി അറിയിക്കണമല്ലോ. നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എങ്ങനത്തെ വീഡിയോസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറക്കൂന്ന് എഴുതിയിട്ടാണ് വീണ്ടും പറയുന്നത്, മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.